ക്രിക്കറ്റ് മൈതാനത്തെ ഒരു അത്ഭുതകരമായ വൃത്തം പൂർത്തിയായിരിക്കുകയാണ്. ഒരിക്കൽ ടി വിക്ക് മുന്നിലിരുന്ന് ആരാധനയോടെ നോക്കി നിന്ന ആ നീളൻ മുടിക്കാരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ പിൻഗാമി, അദ്ദേഹത്തിൻ്റെ തന്നെ ടീമിനെ നയിക്കുന്നു. അതെ, നമ്മൾ സംസാരിക്കുന്നത് സഞ്ജു സാംസണിനെ കുറിച്ചാണ്. MS ധോണിയുടെ വലിയൊരു ആരാധകനിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തലവരിലേക്കുള്ള സഞ്ജുവിൻ്റെ മാറ്റം ഒരു സിനിമാ കഥയേക്കാൾ ആവേശകരമാണ്. നമ്മളെല്ലാവരും എപ്പോഴാണ് ധോണിയുടെ ആരാധകരായത്? സഞ്ജുവിന് അത് കൃത്യമായി ഓർമ്മയുണ്ട്. 4ലോ 5ലോ പഠിക്കുന്ന കാലം അന്നത്തെ കൊച്ചു സഞ്ജു ടി വിയിൽ ഒരു കാഴ്ച കണ്ടു. നീളൻ മുടിയുള്ള കരുത്തനായ ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ വരുന്നു. സഞ്ജു പറയുന്നു, ആദ്യത്തെ 1-2 കളികളിൽ അദ്ദേഹം വേഗം പുറത്തായി. പക്ഷേ പിന്നീട് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു 183 റൺസ്. വിശാഖപട്ടണത്തെയും ജയ്പൂരിലെയും ആ ഇന്നിങ്സുകൾ കണ്ട ചെറിയ കുട്ടി അന്ന് തീരുമാനിച്ചു, ഇതാണ് തൻ്റെ ഹീറോ. ആ നിമിഷം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനായി മാറി. മുടി വളർത്തുന്നതും സിക്സുകൾ അടിക്കുന്നതുമെല്ലാം ആ ആരാധനയുടെ ഭാഗമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ആ കൊച്ചു ആരാധകൻ വളർന്നു. ഇന്ത്യൻ ടീമിലെത്തി. IPL രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായി. പക്ഷേ 2026 സഞ്ജുവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായി. രാജസ്ഥാൻ വിട്ട് അദ്ദേഹം ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിലെത്തി. സഞ്ജു ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോകുന്നു. ഇതൊക്കെ എൻ്റെ സ്വപ്നത്തേക്കാൾ വലുതാണ്. ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു അംഗീകാരം കിട്ടാനില്ല. ധോണി പരിക്കിനെ തുടർന്ന് ഈ സീസണിൽ കളിക്കുന്നില്ലെങ്കിലും ഡ്രസ്സിംഗ് റൂമിൽ ധോണിയുടെ സാന്നിധ്യം സഞ്ജുവിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ധോണിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ചെന്നൈ ആരാധകർക്ക് ഇപ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ: സഞ്ജു സാംസൺ. ഈ സീസണിൽ ചെന്നൈയുടെ ടോപ്പ് സ്കോററാണ് സഞ്ജു. ധോണിയുടെ അതേ ശാന്തതയും സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ നയിക്കാനുള്ള കഴിവും സഞ്ജുവിനുണ്ടെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. ധോണിയുടെ അഭാവത്തിൽ ടീമിന് മുന്നിൽ നിൽക്കുന്ന സഞ്ജുവിനെ ചെന്നൈ ആരാധകർ തലൈവർ എന്നാണ് വിളിക്കുന്നത്. സഞ്ജുവിൻ്റെ ഈ യാത്ര കേരളത്തിലെ ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും അഭിമാനമാണ്. തൻ്റെ ഹീറോയുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് സഞ്ജു ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. സഞ്ജു സാംസന്റെ ഈ വെളിപ്പെടുത്തൽ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു: ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ, കഠിനാധ്വാനം ചെയ്താൽ ഒരു നാൾ നിങ്ങളുടെ ഹീറോ നിങ്ങളുടെ സുഹൃത്താകും, നിങ്ങളുടെ വഴികാട്ടിയാകും. സഞ്ജുവും ധോണിയും തമ്മിലുള്ള ഈ ബന്ധം വെറുമൊരു സ്പോർട്സ് വാർത്തയല്ല, അതൊരു വികാരമാണ്. സഞ്ജുവിന് ചെന്നൈ ടീമിനൊപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.